പ്രതിപക്ഷ വേട്ട എന്നാണ് ഇന്ന് ഇന്ത്യ മഹാറാലിയിൽ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ ഒരുമിക്കണം. അരവിന്ദ് കെജ്രിവാൾ ഒരൊറ്റയാൾ മാത്രമല്ല, നിങ്ങൾ കോൺഗ്രസിനെ പൂട്ടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ മണി സപ്ലൈ തടഞ്ഞുകൊണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണായുധം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രാണവായുവാണ്. നിങ്ങൾ ഇന്ന് ആ കോൺഗ്രസിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതത്തെ സൃഷ്ടിക്കേണ്ടത്? ബിജു മാത്യു, 3400-ലധികം കോടിയുടെ നികുതി പണം കുടിശ്ശികയുണ്ട് എന്നാണ് ഇപ്പോൾ നോട്ടീസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സെർവ് ചെയ്യേണ്ടതാണോ ഈ നോട്ടീസ് എന്നതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റകരമാണെന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരം നോട്ടീസുകളും കാര്യങ്ങളുമൊക്കെ ലഭിച്ച് അതിന് തക്കതായിട്ടുള്ള മറുപടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 180-ൽ നിങ്ങൾ ഒതുങ്ങുമെന്നുള്ള ഭയം കൊണ്ടാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 180-ൽ ഒതുങ്ങുമെന്നുള്ള ഭയം NDA സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു 400-ൽ അധികം എന്നുള്ള ആ ഇതിലാണ് നിൽക്കുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ടയെ കുറിച്ച് പറയുമ്പം ബഹുമാന്യനായ പഴകുളം മധു പറഞ്ഞതുപോലെ പഴകുളം മധുവിനറിയാം ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച്. അനിൽ കെ ആന്റണി, നിങ്ങൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നയാൾ. അനിൽ കെ ആന്റണിയെ കടത്തിക്കൊണ്ടുവന്നില്ലെങ്കിലും AK ആന്റണിയുടെ മകന് ശരിയുടെ പക്ഷം മനസ്സിലായതുകൊണ്ട് മാത്രമാണ് NDAയിലേക്ക് വന്നത്, അല്ലെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത്. അല്ലാതെ കടത്തിക്കൊണ്ടുവന്നല്ല, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അനിൽ ആന്റണി വന്നു. അനിൽ ആന്റണിയോടൊപ്പം ഒരാളെങ്കിലും വരുമോ തിരിച്ചിങ്ങോട്ട്? അനിൽ ആന്റണിയോടൊപ്പം ഒരാൾ വരുമോ എന്നുള്ളത് 26 കഴിയുമ്പോൾ പറയാം. ആണോ? 26 കഴിയുമ്പോൾ അനിൽ കെ ആന്റണി എന്ന് പറഞ്ഞ NDAയുടെ സ്ഥാനാർത്ഥി വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് പറഞ്ഞ് UDFന്റെ DCC ഓഫീസിലും LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പൊതുജനത്തിനെല്ലാം അറിയാം. ഈ ഒരു 15 വർഷക്കാലമായി ആന്റണി ഈ പത്തനംതിട്ട പ്രതിനിധീകരിക്കും. അതായത് പത്തനംതിട്ടയിൽ നിന്ന് അനിൽ ആന്റണിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. 100% വിജയസാധ്യത. പക്ഷെ നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന പത്തനംതിട്ടയിലെ വോട്ടർമാരിൽ 46% ക്രിസ്ത്യാനികളാണ്. ഈ ക്രൈസ്തവരെ ഇവിടെ ജാതിയുടെ രീതിയിലാണോ വോട്ട് ചോദിക്കാൻ എല്ലാവരും പോകുന്നത്? അല്ല, നിങ്ങൾ അങ്ങനെയാണോ സാർ ഇതുവരെ? വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. അവർ നിങ്ങളോട് ചോദിക്കും, മണിപ്പൂരിൽ എന്തുകൊണ്ട് മോദി വന്നില്ല? ഇപ്പോൾ ഒരു 2 മിനിറ്റ് അവതാരകൻ എന്ന നിലയ്ക്ക് സാർ ഒന്ന് ശ്രദ്ധിക്കണം. സാർ എല്ലായിടത്തും മണിപ്പൂർ വിഷയം വളരെ വ്യക്തമാണ്. ചർച്ചയെ കുറിച്ച് മണിപ്പൂരിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ പറയേണ്ട ഉത്തരവാദിത്വം മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്കും മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. മണിപ്പൂരിനെ കുറിച്ച് സാറിനോട് പറയുമ്പോൾ മണിപ്പൂരിലെ ഈ വിഷയം എന്നാ സാറേ ആരംഭിച്ചത്? 1992-ൽ ആരംഭിച്ചു. 1992-ൽ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ആരാ സാറേ? പറ സാറേ. അല്ല, 92-ൽ ആരംഭിച്ചത് ആരൊക്കെ തമ്മിലാ ഒന്ന് പറയൂ. അന്ന് സംഭവിച്ചത് നാഗയും കുക്കിയും തമ്മിൽ. ഇപ്പൊ സംഭവിച്ചത് ആരൊക്കെ തമ്മിലാ? നാഗയും കുക്കിയും. നാഗയൊന്നും സാറേ, മെയ്ത്തിയും കുക്കിയും. അപ്പൊ നാഗ എവിടെ പോയി? അല്ല, താങ്കൾ അതിനെ കുറിച്ച് പഠിച്ച് എന്നോട് ചോദിക്കാൻ വന്നുകൊണ്ട് കാര്യങ്ങൾ വിശദമായി തന്നെ പറയൂ. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മെയ്ത്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടിയത് എപ്പോൾ മുതലാണ്? മെയ്ത്തികൾക്ക് ആരുടെ പിന്തുണയുണ്ട്? ഇത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. 1992-ൽ ഇന്ത്യ മഹാരാജ്യം. അപ്പം മെയ്ത്തി ഇല്ല സാറേ, ഇതും അതും തമ്മിൽ വ്യത്യാസമാണ്. അതും ഇതും എന്ന് പറയുന്നത് 2 ജാതികളല്ലേ സാറേ? അല്ലല്ലോ, രണ്ടും 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയാണ്. അന്ന് കുക്കികൾക്ക് ആര് പിന്തുണ കൊടുത്തു? നാഗയ്ക്ക് ആര് പിന്തുണ കൊടുത്തു? മെയ്ത്തിക്ക് ഇപ്പോൾ ആര് പിന്തുണ കൊടുക്കുന്നു? അതാണ് സാറേ രാഷ്ട്രീയ വിഷയം. സാറേ പറഞ്ഞു കുഴപ്പത്തിലാവരുത്. ആ വിഷയത്തിൽ നിങ്ങൾ ഡിഫൻസിലാണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മോദി സർക്കാർ മണിപ്പൂർ സന്ദർശിക്കാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. അതിന് താങ്കൾക്ക് എന്താണ് മറുപടി? ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ട് അടുത്തതിലേക്ക് സാർ വരിക. പറഞ്ഞോളൂ സാറേ. ഞാൻ പറയുന്നത് മണിപ്പൂരിലെ വിഷയം കുറച്ച് ക്രൈസ്തവരെ എല്ലാം നിങ്ങളുടെ വെട്ടിലാക്കുവാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നൊക്കെ ആചാരം വാങ്ങിട്ട് എന്തു പറഞ്ഞാലും മണിപ്പൂർ എന്ന് പറയുമ്പം മണിപ്പൂരിനോട് ചേർന്നുള്ള ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളാണെന്നുള്ള ബോധ്യം സാറിന് ആദ്യം ഉണ്ടാകണം. അതാണ് ആശങ്ക. എന്താ ആശങ്ക? അവിടെ പള്ളികൾ കത്തുമ്പോ ഭരണ സംവിധാനം നോക്കുകുത്തിയാവുന്നു. എന്താ ആശങ്കയാ സാറേ ഉള്ളത്? എത്ര പള്ളികൾ കത്തി സാർ? രണ്ടാമതായി സാറേ 1993-92-ലെ ആ പ്രക്ഷോഭം തീരുന്നത്. പിന്നെ 1997 സാറേ. എത്ര പള്ളികൾ തകർക്കപ്പെട്ടു? സാറേ, ഒരു ക്രൈസ്തവനും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് പള്ളികളല്ലാതെ അമ്പലങ്ങളാണോ സാറേ? ക്രൈസ്തവനുമാണോ ഏറ്റുമുട്ടിയത്? കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മെയ്ത്തികൾ ക്രൈസ്തവരാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഞാനാണ് സാറേ പറഞ്ഞത്. അവിടെ 47% ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനമാണ് സാറേ മണിപ്പൂർ. ആ മണിപ്പൂരിലെ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ 2 വിഭാഗങ്ങളിലുള്ള ക്രൈസ്തവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് 47% എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷമാണ്. 50-ന് മുകളിൽ വരണം.
എന്ത് ഭൂരിപക്ഷമാവണമെങ്കിൽ ഞാൻ ഭൂരിപക്ഷമെന്നോ അപ്പൊ ഞാൻ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ മണിപ്പൂരിൽ നിന്ന് സാറിന് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ തന്നെ വെല്ലുവിളിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് വെല്ലുവിളിക്കുന്നത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ചർച്ചാ വിഷയമാകുമോ എന്നതാണ് സ്ട്രേറ്റ് ചോദ്യം. പത്തനംതിട്ടയിൽ മണിപ്പൂർ വിഷയം മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ ഒരു സംസ്ഥാനങ്ങളിലും വിഷയമാകാത്തടത്തോളം കാലം പത്തനംതിട്ടയിൽ ഇതൊരു വിഷയമേ അല്ല സാറേ. പത്തനംതിട്ടയിൽ നടക്കുന്ന ഇലക്ഷൻ എന്താണെന്ന് സാറിന് അറിയുമോ? പത്തനംതിട്ടയിൽ ഏതെങ്കിലും കാരണവശാൽ UDF-കാരൻ ജയിച്ചാൽ അവൻ 5 വർഷത്തേക്കുള്ള ശമ്പളവും TAയും DAയും കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി മാത്രം പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടേണ്ട അവസ്ഥയാ. ആന്റോ ആന്റണി ഉദ്ദേശമാണോ? അതെ, UDF എന്ന് പറഞ്ഞ ആന്റോ ആന്റണി അല്ല.